ബ്ലാസ്റ്റ് കണ്ടു. എൻ്റെ മോനെ കിടിലം പടം. കിടിലം പടം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ കാണണം. ഇത് ഞാൻ വെറുതെ പൊക്കിയടിക്കൊന്നുമല്ല. കിടിലം സാധനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു എക്സെപ്ഷണൽ സാധനമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു യൂഷ്വൽ ക്ലീഷേ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹിറ്റ് ആൻഡ് മിസ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ പടം ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചില്ല. ആക്ഷൻ കിങ് അർജുൻ എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് ഈ ഒരു പടം. ആൻഡ് ഇതിൽ സർപ്രൈസ് ചെയ്ത 2 പേരാണ്. ഒന്ന് അഭിരാമിയും പ്രീതി മുകുന്ദ്. ഷീസ് എ ജം എന്ന് വേണമെങ്കിൽ പറയാം. കിടില. ഞാൻ ആ ഒരു ആക്ട്രസിനെ ഇതിന് മുമ്പ് മറ്റേ കണ്ണപ്പലൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ വലിച്ചെറിയാൻ തോന്നിയാണ്. മറ്റേ അങ്ങനെ ഉറപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരുമാതിരി മറ്റേ ഗ്ലാമറസ് റോളുകളൊക്കെ മാത്രം ചെയ്തിട്ടുണ്ടിരുന്ന ആളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനമായിരുന്നില്ല. സോ ആളാണ് പ്രീതി മുകുന്ദാണ് ഈ ഒരു പട്ടം ഇങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആക്ച്വലി ഷീസ് എ ഹീറോയിൻ. ഇപ്പോൾ അർജുനൊക്കെ ഒരു സൈഡാണ്. ഇപ്പോൾ ഒരു അച്ഛനായിട്ടൊക്കെ സൈഡായിട്ട് നിൽക്കുന്നുണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിലും മെയിൻ ലീഡ് എന്ന് പറഞ്ഞാൽ പ്രീതി മുകുന്ദാണ്. പടം സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു ക്യാരക്ടർ റോളിലാണ് പടം മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഷി വാസ് എക്സലൻറ്റ് ഇൻ ദിസ് മൂവി. കിടിലൻ ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ട്രെയിൻ ചെയ്ത് നമുക്കത് ഫീൽ ചെയ്യാം. നമുക്ക് വെറുതെ വന്ന് കയറി വെറുതെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിച്ച് ക്യാമറ ട്രിക്ക് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഷീസ് യൂസ് ടു ട്രെയിൻ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട്. പണ്ട് കങ്കുവയ്ക്കൊക്കെ ഇതേപോലെ മറ്റേ ദിശ പട്ടാണിയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് ആ മൊക്ക സീനുകൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായത്. പക്ഷേ അതേപോലെയുള്ള ട്രെയിനിങ് ഒക്കെ ഇതിലെടുത്തിട്ടാണ് ഈ ഒരു പടത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല കിടിലനായിട്ട് നല്ല വെട്ടിപ്പായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. മറ്റു 2 പേരും അഭിരാമിയും അർജുനും നമുക്ക് ഓൾറെഡി അറിയാം. മൂപ്പരുടെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. കാലിൻ്റെ ബാക്ക് വെച്ച് ചവിട്ടുന്ന സെറ്റപ്പൊക്കെ മൂപ്പരുടെ ആ സിഗ്നേച്ചർ മൂവ്സ് പലതും പടത്തിൽ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ട് മൂപ്പരുടെ പഴയ റെഫറൻസ് പടങ്ങളൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആണ്. ഒരു സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ളൊരു കഥയുണ്ട്. അനാവശ്യമായിട്ടുള്ള ഫ്രാഞ്ചൈസുകളൊന്നും ഉണ്ടാക്കാതെ, ആവശ്യമില്ലാത്ത എൻക്രെഡിറ്റ് ഒന്നും ഉണ്ടാക്കാതെ എന്താണോ പടത്തിലൊരു കഥ ആവശ്യം, നമ്മളിപ്പോൾ കൈദിയൊക്കെ കാണില്ല, ആ ഒരു രീതിയിൽ ഒരു പ്രോപ്പർ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സിനിമ സ്റ്റാർട്ട് ടു എൻഡ് നമുക്ക് എവിടെയും പുറത്തേക്ക് എവിടെയും പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ ലോജിക്കും തേങ്ങയൊക്കെ നോക്കാൻ നിന്ന് അവിടെ ഉണ്ടാവുള്ളൂ. അതൊന്നും നോക്കാതെ നല്ല വെട്ടിപ്പായിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർ കണക്ഷൻ ഉണ്ട്. ഓരോ സീൻ ബൈ സീൻ ഓരോന്ന് ഇൻ്റർ കണക്ട് ചെയ്ത് ഒരു സാധാരണ ഫാമിലിയിലേക്ക് ഇത്രയും വലിയൊരു ത്രെട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിധം ഉണ്ടല്ലോ, അതൊക്കെ കിടിലനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഈ അടുത്ത് മറ്റേ മാർക്കല്ല, അതിന് മുമ്പ് വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചാ സുദീപിൻ്റെ. അതിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷന് ചുറ്റുമുട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ, പടത്തിൻ്റെ പേര് മാർക്കല്ല, വേറൊരു പടമായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിലും ഇതേപോലെ തന്നെ ആയിരുന്നു. ഇതിൽ പക്ഷേ കുറേ കൂടി കൺവിൻസിങ് ആണ്, കുറേ കൂടി എൻഗേജിങ് ആണ്. ആൻഡ് സിനിമയിൽ ആക്ഷൻ ബ്ലോക്കുകൾക്കുള്ള പ്ലേസ്മെൻറ്റും അതിൻ്റെ നീഡും അതിൻ്റെ ആ ഒരു ഇമോഷനും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രാഫി ആരാണെന്ന് ഞാൻ നോക്കിയില്ല, ആരാണെങ്കിലും കിടിലാണ്. അതിൻ്റെ ക്യാമറ വർക്കുകളും മറ്റേ കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫി പ്രത്യേകിച്ച് ഓരോ സീനും. ഇപ്പോൾ ഇന്നലെ കണ്ട കാട്ടാളനൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് സീൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു അടിയുടെ ഒരു എനർജി ഉണ്ടല്ലോ ഇതിലെന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ പല സമയത്തും നമുക്ക് ഗൂസ് ബംസ് വരുന്ന പോലെ, പല സമയത്തും നമുക്ക് ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു ഫൈറ്റിൻ്റെ ആ ഒരു ഓറ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ ആക്ഷൻ പടങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വന്നാൽ മാത്രമാണ് ഞാനങ്ങനെ ഇങ്ങനെ എടുത്തിങ്ങനെ പറയാറുള്ളൂ. ഇതിൽ ആക്ഷൻ ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റേജിങ്ങും അതിൻ്റെ ഒരു വീട്ടിലെ സെറ്റപ്പും ദെൻ ഓരോ ക്യാരക്ടറെ കൊണ്ട് പ്ലേസ് ചെയ്ത് അവർക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമോഷൻസും ഒക്കെ തന്നെ ത്രൂ ഔട്ട് നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുള്ളൊരു പടമാണ്. ഇതിലൊരു കിടിലൻ വില്ലനുണ്ട്, മെയിൻ വില്ലൻ അല്ല, ഒരു സബ് വില്ലൻ, ഒരു കറുത്ത ഷർട്ട് ഇട്ടൊരു ചങ്ങായി. ആ ചങ്ങായിക്ക് നല്ല കിടിലൻ അല്ലെങ്കിൽ പ്രോപ്പർ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആളുടെ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു സീനും ദെൻ മൂപ്പറുടെ ഒരു മെയിൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല കിടിലാണ്. അതായത് ഒരു വലിയ ത്രെട്ടിനെ ഇവർക്ക് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇവർക്കൊന്നും തൊട്ടാൻ പറ്റാത്തൊരു ത്രെട്ടിനെ കൊണ്ടുവയ്ക്കുമ്പോഴായിരിക്കണം നമുക്കൊരു ഫീൽ വരണ്ടേ. അല്ലാണ്ട് ഇവരെല്ലാവരും അടിച്ചിടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തോന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഒരു ലെവൽ അപ്പുറത്തേക്ക് വേറൊരു സാധനം, നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണാറില്ല, ഒരു ചെറിയ ബോസിനെ അടിച്ച് നമുക്കൊരു വലിയ ബോസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് ക്രിയേറ്റ് ആവുള്ളൂ. ഇതേപോലെ കുറേ സാധനങ്ങൾ ഒരു സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു എൻഡിങ് ഉണ്ടല്ലോ, ടുവേർഡ്സ് ദി എൻഡ് ഒരു ഹൈ ഇല്ലാത്ത പെട്ടെന്ന് എങ്ങനെയോ കൊണ്ട് നിർത്തിയ പോലെ ഒരു ഫീലായിരുന്നു കിട്ടിയത്. അതും കൂടി ഒന്ന് ഇവർക്ക് കുറച്ചും കൂടി നോക്കരുത്. പക്ഷേ അതുവരെ ഉള്ളതെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു എനർജി സെക്കൻഡ് ഹാഫിൽ ഇല്ല, കുറച്ചങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കുന്നൊരു കാര്യമല്ല. നിങ്ങൾക്ക് തറവായിട്ട് ആക്ഷൻ സിനിമ ഇഷ്ടമാണെങ്കിൽ തറവായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. രവി ബർസൂറിൻ്റെ കിടിലം കുറേ സ്കോറുണ്ട് ഇതിൽ. എനിക്ക് അതാണ് ഈ പടം ഇന്നലെ തന്നെ ഞാൻ ഈ പടം കാണണമായിരുന്നു.
കാട്ടാളനും ഇതേപോലെ മൂപ്പർ തന്നെയാണ് മ്യൂസിക്. അതിലെന്തോ കാട്ടപരാധം കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അത്രയും വലിയ നമ്മളൊരു ഒരു ഹെവി വയലൻസ് കാണിക്കുന്ന ഒരു ഹെവി ഫൈറ്റുകളൊക്കെ കാണിക്കേണ്ട ഒരു സിനിമയിൽ ഒരു സീനിൽ പോലും ഈ സിനിമയിൽ ഒരു 5 സെക്കൻഡിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് പോലും ഇതിന് കിട്ടിയിട്ടില്ല. അത്രയും ജസ്റ്റ് ഒരു വീട്ടമ്മ, ഒരു മകള്, ഒരു അച്ഛൻ, ഒരു സാധാരണ അച്ഛൻ, ഇവർ 3 പേരും കാണിക്കുന്ന ഫൈറ്റ് സീക്വൻസിൽ കിട്ടാത്തൊരു സാധനമാണ് മറ്റതിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് ആ പടത്തിൽ ഇമോഷൻ വേണ്ടത്, ആക്ഷൻ പടങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു നല്ല റെഫറൻസ് കൂടിയാണ് ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ തമിഴിലെ നല്ല കിഡിലൻ ആക്ഷൻ പടം. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ 1-2 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ കില്ലൊക്കെ കണ്ടാണ്. ഇത് അതുപോലെ ഒരു ബ്രൂട്ടലായിട്ടുള്ള വയലൻ്റ് അങ്ങനത്തെ സെറ്റപ്പൊന്നുമല്ല. ഇത് മാർഷൽ ആർട്സ് മൂവിയാണ്. ഒരു നോർമൽ ഗൺ ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ആ ഒരു സെറ്റപ്പല്ല. മാർഷൽ ആർട്സ് ഉണ്ടല്ലോ, ഓരോ ഇപ്പോൾ ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ മൂവീസിൽ തന്നെ കുറേ സബ് കാറ്റഗറി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഈ പഴയ ജാക്കി ചാൻ പടങ്ങളൊക്കെ കാണില്ല, അല്ലെങ്കിൽ പഴയ നമ്മുടെ ഇങ്ങരുടെ അർജുൻ്റെ പടങ്ങൾ തന്നെ, അതെല്ലാം തന്നെ ഒരു കരാട്ടെ അല്ലെങ്കിൽ ആ ഒരു ബേസിലുള്ള ഒരു മാർഷൽ ആർട്സ് ടൈപ്പ് സാധനമാണ്. ഇതിൻ്റെ ടൈറ്റിൽ ഇൻട്രോയിൽ തന്നെ നമുക്ക് ആ ഒരു കരാട്ടയുടെ ചെയിനോ അങ്ങനത്തെ ഒരു കരാട്ട ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് ഈ ഒരു പടം മുഴുവൻ. സോ ആ ഒരു സ്റ്റാൻഡ് നിന്നുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് നല്ല വെട്ടിപ്പായിട്ട് ഡെലിവർ ആവുന്ന നല്ലൊരു കിഡിലൻ ആക്ഷൻ പടം. നല്ല കഥയ്ക്ക് കഥയുണ്ട്, ഇമോഷൻസിൽ ഇമോഷൻ ഉണ്ട്. ആൻഡ് ഓവറോൾ ഈ പടത്തിൽ പ്രീതി മുകുന്ദ് എടുത്തു പറയണം, ഒന്നും കൂടി പറയുന്നു, ഷി വാസ് ദി ഹൈലൈറ്റ് ഓഫ് ദിസ് മൂവി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല കിഡിലൻ റോള് നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് നല്ലൊരു വെർത്ത് വാച്ചിങ് മൂവിയായിരുന്നു. ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട, ധൈര്യമായിട്ട് തിയേറ്ററിൽ പോവുക. ഒരു മസ്റ്റ് വാച്ച് പടം എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. നിങ്ങൾ ഇതിലെന്താ ഇതെങ്ങനെ ഇതിൽ ഈ ലോജിക്ക് അല്ലെങ്കിൽ ഇത് ഇവിടെ വരാൻ പാടില്ലല്ലോ, അതവിടെ അങ്ങനത്തെ പരിപാടി നോക്കരുത്. ആക്ഷന് വേണ്ടി പ്യൂർ ആക്ഷന് വേണ്ടിയിട്ട് കാണുക. എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി പടമാണ്, മിസ്സാക്കരുത്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.